പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനുള്ളവനും നമുക്ക് ജീവൻ തരുന്നവനുമായ ത്രിയേക ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് പിന്നെയും നമ്മുടെ ക്ലാസ്സുകളുടെ ആഴ്ചയിലെ ആരംഭ ദിവസത്തിലേക്ക് എത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ മാസത്തിന്റെയും അവസാന മണിക്കൂറുകളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നമ്മെ അനുഗ്രഹ സമൃദ്ധിയോടെ ദൈവം നടത്തിയതിനായി ദൈവത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളും എല്ലാവർക്കും ആദരവോടെ അറിയിക്കട്ടെ. ഒരുമിച്ചായിരിക്കുന്നത് സന്തോഷകരമാണ്. ഒരുമിച്ച് തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുന്നത് കുറെ കൂടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്, ഒരു പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വല്ലതും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള ഏതാണ്ട് 8ഓളം പരാമർശങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാം. യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേര്, ജയാളി. ഒടുവിൽ നാം 4-ാമത്തെ പരാമർശം കണ്ടു, അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്. ഏതാണ്ട് 29ഓളം പ്രാവശ്യമാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് വെളിപ്പാടിൽ സംബോധന ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആശയം യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമുള്ളതാണ്. മലയാളത്തിലും നമ്മുടെ ഭാഷയിലുമൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകനും, കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനും, പത്രോസും തന്റെ ലേഖനത്തിലൂടെ യേശുവിനെ കുഞ്ഞാടെന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ മൂലഭാഷയിൽ നോക്കിയാൽ രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വ്യത്യസ്തമാണ്. പദങ്ങൾ വ്യത്യസ്തമാണ്. അംനോസ് എന്നൊരു പദമാണ് വെളിപ്പാട് പുസ്തകത്തിന് പുറത്ത് യേശുവിനെ കുഞ്ഞാട് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അംനോസ്, AMNOS, അംനോസ്, കുഞ്ഞാട് എന്ന് അതിനർത്ഥമുണ്ട്. ആ പദമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നാം യേശുക്രിസ്തുവിന് വേണ്ടി അധികം കാണുന്ന പദം ഈ അംനോസ് അല്ല. പകരം അർനിയോൻ എന്ന പദമാണ്. ARNION, അർനിയോൻ. അർനിയോൻ. അർനിയോൻ എന്ന് പറയുന്നത് പൊതുവെ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം യോഹന്നാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. അതിന് റാം, കോലാട്ടുകൊറ്റൻ എന്ന ഒരു പ്രയോഗവും കൂടെ ആ പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 8:3 നാം കാണുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണത്.
ദാനിയേൽ 8:3 വാക്യം. ദാനിയേൽ 8:3. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മതി. ആട്ടുകൊറ്റൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന് തത്തുല്യമായ പദമാണ്. ഇവിടെ മേദ്യ പേർഷ്യ രാജ്യത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ആട്ടുകൊറ്റൻ എന്ന അർത്ഥത്തിൽ ഈ പദം, ഈ അർണിയോൻ. ചില വേദപഠിതാക്കളുടെ ഒരു ചിന്തയാണത് കേട്ടോ. സ്തോത്രം. അർണിയോൻ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും. വിശേഷിച്ച് യെശയ്യാ 53-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഷണ്ണൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എത്യോപ്യ രാജ്ഞിയുടെ ധനമന്ത്രിയായിരുന്ന ഷണ്ണൻ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്നും വായിച്ചു കൊണ്ടിരുന്ന ഭാഗം, അത് യെശയ്യാ 53 ആണെന്ന് നമുക്കറിയാമല്ലോ. അറിയാവുന്നത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകാതെ വിടുകയാണ്. അപ്പോൾ ഈ ഒരു ആശയം ഒരുപക്ഷെ യോഹന്നാന്റെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാകാം. അങ്ങനെയാണ് യോഹന്നാൻ യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ അർണിയോൻ എന്ന് വിളിക്കുന്നത്. യേശു അറുക്കപ്പെട്ട കുഞ്ഞാട്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ലൈക്ക് എ സാക്രിഫിഷ്യൽ ലാംബ്, ലൈക്ക് വൺ ഈസ് കിൽഡ്. യേശുവിനെ യോഹന്നാൻ കാണുമ്പോഴും യേശുവിൻ്റെ ആ കാൽവറി യാഗമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നമുക്കേറെ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ആവശ്യമാണ്. ദൈവസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രസംഗിക്കപ്പെടേണ്ട വിഷയമാണ് ക്രൂശ്. ദൈവമക്കളോടും അല്ലാത്തവരോടും വിശദമാക്കേണ്ട കാര്യമാണ് ക്രൂശ്. സ്തോത്രം. അത് എങ്ങും അപ്രസക്തമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സ്തോത്രം. The cross, the message of the cross is very much relevant in every situation, to every people and gathering, in every occasion. ഏത് സന്ദർഭത്തിലും എല്ലായിടത്തും നമുക്ക് ഉയർത്തിപ്പറയാനും വാഴ്ത്തിപ്പാടാനും കഴിയുന്ന വിഷയമാണ് ക്രൂശ് എന്നുള്ളത്. അതിവിടെ എടുത്തു പറയുകയാണ്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറുക്കപ്പെട്ടവനാണ് ഈ കുഞ്ഞാടെങ്കിലും ഇപ്പോഴും കണ്ടാൽ ഇപ്പോൾ അറക്കപ്പെട്ടതാണെന്ന് തോന്നും. That is the relevance of the cross, the relevance of the blood of Christ. യേശുവിൻ്റെ രക്തത്തിൻ്റെയും യേശുവിൻ്റെ ക്രൂശിൻ്റെയും പ്രസക്തിയാണ്. ഇവിടെ വരുന്നുണ്ടല്ലോ, യേശുവിൻ്റെ ക്രൂശിൻ്റെയും രക്തത്തിൻ്റെയും
നിസ്തുലതയാണ്. അത് എക്കാലവും പ്രസക്തമാണ് എന്നുള്ളത്. ദിസ് ഈസ് എ യുണീക് തിങ്. The cross and the blood of Christ are relevant even today, even now. സ്തോത്രം. അതുകൊണ്ടാണ് അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ യേശുവിനെ കുറിച്ച് വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. He is a winner like the lion. Also, he is a sacrificial animal as this little sheep is. Yeah, a lamb is. യേശു ഒരു സിംഹം എന്നതുപോലെ ജയാളി, ഒരു കുഞ്ഞാട് എന്നതുപോലെ ഒരു യാഗവസ്തു. ഇത് രണ്ടും ഒരുമിച്ച് യേശുവിൽ സമ്മേളിക്കുന്നതായി നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ നിരന്തരമായ പ്രസക്തി, a perpetual relevance of the sacrifice of Christ even through the eternity. നിത്യതയിൽ പോലും അതിന്റെ പ്രസക്തി കുറയുന്നില്ല. യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രസക്തി വരും കാല നിത്യതയിൽ പോലും കുറയുന്നില്ല. സ്തോത്രം. The relevance of the crucifixion, the death of Christ, that never diminishes even in eternity, the coming eternity. സ്തോത്രം. മനസ്സിലായല്ലോ? നിത്യതയിൽ നമ്മൾ എത്തിക്കഴിയുമ്പം പിന്നെ ക്രൂസിനെ കുറിച്ചുള്ള പാട്ടൊക്കെ നിർത്തുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിന്റെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാനിടയാകരുത്. ആ ക്രൂശിലുള്ള പ്രശംസ നിത്യതയോളം നിലനിൽക്കുന്നതാണ്. നിത്യതയോളം നിലനിൽക്കുന്നതാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണമോ മറ്റോ ആവശ്യമെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നുമില്ല. അപ്പോൾ യേശു ഓക്കെ, ഞാൻ വിചാരിച്ചെന്തോ മെസ്സേജ് വന്നു വന്നു. ഇല്ല, ഇപ്പോഴത്തേക്കുള്ളതല്ല. യേശു ക്രിസ്തു ജയം വരിച്ചത് ക്രൂശിലാണ്. യേശു ക്രിസ്തു ജയാളിയായത് മരണത്താലാണ്. തന്റെ വൈരികളെ തോൽപ്പിച്ചത് സ്വന്തം മരണം കൊണ്ടാണ്. സ്തോത്രം. അതും നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അത്രയും മതിയാകും എന്ന് കരുതുന്നു. ജീസസ് won the war, but
on the cross by dying, by death, by being slain. He wrote the victory. സ്തോത്രം. ക്രൂശിൽ യാഗമായതിലൂടെ, തന്റെ രക്തം ചിന്തിയതിലൂടെ യേശു ജയം വരിച്ചു. സ്തോത്രം. അത് ഈ ലോകത്തിൽ ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവരൊന്നും അല്ല കേട്ടോ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇന്നതുപോലെ ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളെ. അങ്ങനെ ആത്മഹത്യ ഭീഷണി മുഴക്കി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നത് പോലെ മരണം കൊണ്ട് ജയിച്ചു എന്നുള്ള ആശയത്തെ ആരും കരുതരുത്. പിന്നെന്തായിരുന്നു? പിന്നെ എങ്ങനെയാ മരണം കൊണ്ട് ജയം വരിച്ചത്? He defeated death on the cross. Yeah, he defeated death on the cross. But again, how? By rising back. He rose again from the dead because death could not hold him back. Again, what was the reason? Again, there is one more underlying truth for that. He has Because മനോജാതി മുഴുവനും വീണ്ടെടുത്തതിലൂടെ ജയം പ്രാപിച്ചു. yeah, പാപത്തിന് പരിഹാരം വരുത്തി. പാപത്തിന് പരിഹാരം വരുത്തി. പാപത്തിന് പരിഹാരം വരുത്താതെ യേശു ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിലും ജയം സാധ്യമല്ലായിരുന്നു. Of course, Jesus won on the cross, defeating all those adversaries as we discussed on Saturday. Of course, he rose again from the dead. But the underlying fact is that he made a remedy for human sin by his atoning death. സ്തോത്രം. യേശു ക്രൂശിൽ ജയം വരിച്ചത് കേവലം ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല. നമ്മൾ മുമ്പ് ഒരിക്കൽ കണ്ടിരുന്നു യേശു എങ്ങനെയാണ് ജയിച്ചത്. ജയിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം മരണമായിരുന്നുവോ ഉയർപ്പായിരുന്നുവോ? സ്തോത്രം. എങ്കിൽ നമുക്കൊന്നും കൂടെ വായിക്കാം. എബ്രായർ 2:14-15, ഹീബ്രൂസ് 2:14 and 15. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും എബ്രായ ലേഖനം 2:14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം. എങ്ങനെ? തന്റെ മരണത്താൽ നീക്കി. Resurrection was just a proof. Resurrection was
a mere proof of what Jesus wrote by his death. യേശു തന്റെ മരണത്താൽ എന്ത് നേടി, മരണം കൊണ്ട് എന്ത് സാധിച്ചു എന്നതിൻ്റെ നിഷേധിക്കാൻ കഴിയാത്ത തെളിവായിരുന്നു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്തെ ചെറുതാക്കുകയല്ല ഇവിടെ, യേശുവിന്റെ മരണത്തിന്റെ മഹത്വത്തെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. നമുക്ക് കേൾക്കാൻ അധികം സുഖമുള്ളത് ഉയർപ്പിനെ കുറിച്ചാണ്. യേശു ഉയർത്തെഴുന്നേറ്റു, ജയാളിയായി എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് താൻ മരണം കൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ അടയാളം അല്ലെങ്കിൽ തെളിവായിരുന്നു. യേശുവിന്റെ ഉയർപ്പിനേക്കാൾ യേശുവിന്റെ മരണമാണ് നമുക്ക് പ്രയോജനമായി തീർന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സംശയമൊന്നുമില്ലേ? യേശു പാപത്തിന് പരിഹാരം വരുത്തിയത് മരണത്താലാണ്. സ്തോത്രം. പിശാചിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന അവകാശത്തിന് അറുതി വരുത്തിയത് മരണത്താലാണ്. മരണത്താൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പ്രായശ്ചിത്ത രക്തത്താൽ. ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചത് യേശുവിന്റെ മരണത്താലാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത ഇതിനെല്ലാം തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ഒറ്റ കാര്യം കൊണ്ട് നമ്മൾ ഈ പറയുന്ന സകല വിധ വിഷയങ്ങളും അരക്കിട്ട് ഉറപ്പിക്കപ്പെടുകയാണ്. Since his resurrection from the dead, all these facts are concreted firmly what he wrote because of his death on the cross. സ്തോത്രം. നമ്മൾ ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരാമർശം വല്ലതും ഉണ്ടോ? സ്തോത്രം. മരിച്ചുയർത്തെഴുന്നേറ്റെന്ന് പറയുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സ്വർഗത്തിൽ പാട്ടുപാടുന്ന ഗായക സംഘം എന്തു പറയുന്നു? ഉയർപ്പിനെ കുറിച്ചല്ല, മരണത്തെ കുറിച്ച് കേട്ടു. വിലയ്ക്ക് വാങ്ങി, വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. അവിടെ മുഴുവനും പറയുന്നത് ക്രൂശീകരണത്തെ കുറിച്ചാണ്.
സ്തോത്രം. പൗലോസും ഉയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിലും കൂടുതൽ പൗലോസ് പറയുന്നത് മരണത്തെ കുറിച്ചാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ മരിച്ച് അടക്കപ്പെട്ട കല്ലറ കൊണ്ട് തീർന്ന യേശു എന്നല്ല ബൈബിൾ പറയുന്നത്. പൗലോസിന്റെ പ്രയോഗമാണ് എന്റെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. When Paul says, or the New Testament says Christ crucified, that doesn't mean that Christ was over by the tomb. കല്ലറ കൊണ്ട് തീർന്നു പോയവനല്ല, കഥ കഴിഞ്ഞവനല്ല യേശു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രൂശ് കൊണ്ട് യേശുവിന്റെ കഥ കഴിഞ്ഞു എന്നാരും ചിന്തിക്കരുത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ ഇന്നലെ മിനിയാന്നമറ്റ കണ്ടതുപോലെ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അല്പം മുമ്പ് സോഫി പറഞ്ഞതുപോലെ ആക്ട്സ് 2:24 നമ്മൾ വെള്ളിയാഴ്ചയായിരുന്നോ ശനിയാഴ്ചയായിരുന്നോ വാക്യം വായിച്ചായിരുന്നു. It was quite impossible for death to hold on Christ under its clutches. സ്തോത്രം. ഹാബേൽ മുതൽ ഇങ്ങോട്ട് ഒത്തിരി പേരെ മരണം വിഴുങ്ങിയിട്ടുണ്ട്, മരണം വിഴുങ്ങിയിട്ടുണ്ട്. സ്തോത്രം. പക്ഷേ അവരിൽ ഒരുത്തനെ പോലെ യേശുവിനെയും വിഴുങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഹിന്ദി പ്രയോഗത്തിന്റെ ഒരു വിശദീകരണം പോലെ ഞാൻ പറയുകയായിരുന്നു. യേശുവിനെ ഇങ്ങനെ വായിലിട്ട് കൊണ്ട് നടന്നു, വിഴുങ്ങാൻ ശ്രമിച്ചു. ഹിന്ദിയിൽ പറയും ഗലാ നഹീ ഉത്തര, യേശു മസീ മൃത്യു കാ ഗലാ നഹീ ഉത്തര. തൊണ്ടയ്ക്ക് കീഴ്പോട്ട് ഇറക്കാൻ കഴിഞ്ഞില്ല മരണത്തിന് യേശുവിനെ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, നിന്റെ പരിശുദ്ധനെ നീ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ക്രൈസ്റ്റ് ദ കോൺകറർ എന്ന് പഠിച്ച സമയത്ത് നമ്മളെ കാര്യം പറഞ്ഞത്. അപ്പോൾ യേശുവിന്റെ മരണമാണ് നിത്യത മുഴുവനും നമ്മൾ പാടുന്നത്. ഇന്ന് നമ്മൾ യേശുവിന്റെ ഉയർപ്പ് കൊണ്ടാടുന്നു. അത് ലോകത്തിൽ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായിരുന്നു. യേശുവിന്റെ മശിഹാത്വത്തെ തെളിയിക്കാൻ, യേശുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാൻ, സ്തോത്രം, യേശുവിന്റെ പരിശുദ്ധിയെ തെളിയിക്കാൻ ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് നാം ഇന്ന് മർത്യരായ മനുഷ്യരായതുകൊണ്ട് മർത്യരായ മനുഷ്യരോട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. എന്നാൽ നിത്യതയിൽ നമ്മൾ ഏറ്റവും അധികം പാടുന്നത് ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചാണ്. അതിന്റെ തെളിവാണല്ലോ ഈ 5-ാമത്തെ അധ്യായം. അതിന് തെളിവാണല്ലോ യേശുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ നിത്യതയോളം നിലനിൽക്കുന്നത്. അതിന് തെളിവാണല്ലോ യേശു ക്രിസ്തുവിന് നിത്യത മുഴുവനും ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ഉണ്ടായിരിക്കുന്നത്.
യേശു അവതാരമല്ല എന്ന് നമ്മൾ പഠിച്ചതിൽ ഇതും കൂടെ കൂട്ടിച്ചേർക്കാം കേട്ടോ. അവതരിച്ചവർ, അതിനെ അവതരിച്ചെന്നെങ്കിൽ ഇരുന്നോട്ടെ, എങ്കിൽ തന്നെ അവതരിച്ചവർ ആർക്കും അവതാര രൂപം കഴിഞ്ഞു പോകുമ്പോൾ അവതാരമെടുത്ത രൂപം പിന്നെ ഇല്ല, തീർന്നു. എന്നാൽ യേശുവോ, യേശുവിന്റെ മനുഷ്യത്വം മരണം കൊണ്ട് തീർന്നോ? ഇല്ല, തീർന്നില്ല. ഇല്ല. ഇപ്പോഴും യേശു മനുഷ്യത്വത്തിലാണോ ദൈവത്വത്തിലാണോ? അതോ രണ്ടും ഉണ്ടോ? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം. ഇപ്പോഴും, ഈവൻ നൗ, ഈവൻ ടുഡേ, ഇപ്പോഴും യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതായത് യേശുവിന്റെ മനുഷ്യത്വം ജഡധാരണത്തിലാണ് യേശു എടുത്തത്. പക്ഷേ മരണം കൊണ്ടോ ഭൂമിയിലെ യേശുവിന്റെ ജീവിതവും ശുശ്രൂഷയും കൊണ്ടോ തന്റെ മനുഷ്യത്വം അവസാനിച്ച് ഉപേക്ഷിച്ചില്ല. യേശുവിന്റെ മനുഷ്യ ശരീരം ക്രൂശിക്കപ്പെട്ടു, അതേ ശരീരം അടക്കപ്പെട്ടു, അതേ ശരീരം മൂന്നാം ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. അടുത്ത 40 ദിവസം യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പലപ്പോഴായി. അപ്പോഴും യേശുവിന് ആ ഉയർത്തെഴുന്നേറ്റ ശരീരം ഉണ്ടായിരുന്നു. 40 നാൾ കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ യേശു തന്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണോ പോയത്? അല്ല. ആ ശരീരത്തോട് കൂടെയാണ് യേശു പോയത്. ഇനിയും യേശു വരുന്നതോ ശരീരത്തോട്. സ്തോത്രം. ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ. സ്തോത്രം. അവൻ പിന്നെയും തിരികെ വരും. അപ്പോൾ അവതാരമല്ലെന്ന് പറയാൻ ഇതും കൂടെ കൂട്ടിച്ചേർക്കാം. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും എന്നേക്കുമായി ജീവിക്കുന്നു. പക്ഷേ നിത്യതയിലെ പ്രധാന പാട്ട് ഉയർപ്പായിരിക്കില്ല, യേശുവിന്റെ മരണമായിരിക്കും. He seems to be a lamb slain. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. സ്തോത്രം. കുഞ്ഞാട് അറുക്കപ്പെട്ടത് പോലെ നിൽക്കുന്നു. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് മാത്രം ആണ് ഞാനും നമ്മളെല്ലാവരും മരിച്ചത്. Old man died with him. No longer I, but Christ lives in me. Only one reason we got deliverance from sin. Of course, ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു. He died for us. He died on behalf of us. യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു നമുക്ക് പകരമായി മരിച്ചു. നമുക്ക് വേണ്ടിയും നമുക്ക് പകരമായും. On behalf of us and also
died for us. അതുകൊണ്ടാണ് യേശുവിന്റെ മരണത്തെ പ്രതിമരണം എന്ന് വിളിക്കുന്നത്. ആ ഒരുവനിൽ നാം എല്ലാവരും മരിച്ചു. അതാണ് നമ്മള് അവതാരത്തെ പറ്റി പഠിച്ചപ്പോഴും കണ്ടത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നിരിക്കെ 2 Corinthians 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതായിരുന്നല്ലോ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന് അത്ര പ്രാധാന്യമുണ്ട്. വീണ്ടും ഞാൻ പറയട്ടെ, തെറ്റിദ്ധരിക്കരുതേ. യേശുവിന്റെ ഉയർപ്പിനെ കുറച്ച് കാണുകയല്ല, യേശുവിന്റെ മരണത്തെ അതിന്റെ യഥാർത്ഥ നിലയിലും വിലയിലും മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഞാൻ പറയുകയായിരുന്നു. വ്യക്തമാണല്ലോ? എന്തെങ്കിലും സംശയം ഈ വിഷയങ്ങളിൽ? ഒരു സംശയം. സിജു, നമ്മള് ക്രൂശിനെ ധ്യാനിക്കുന്നത്, നമ്മൾ അവിടെയും നമുക്ക് മരണം, ക്രിസ്തുവിന്റെ മരണം നമുക്ക് ജീവൻ തന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സ്തുതിക്കാനുള്ള കാരണം ഇതാണോ? അത് മാത്രമാണ് നമുക്ക് ഡെലിവറൻസ് തന്നത്? അത് മാത്രമാണ് നമ്മളുടെ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ നമ്മളെ സഹായിച്ചത്? അതാണോ ഏറ്റവും വലിയ കാരണം നമ്മളെപ്പോഴും നിത്യതയിൽ മരണത്തെ സ്തുതിക്കുന്നതിന്റെ റീസൺ? അതെ, ക്രൂശിലാണ് ദൈവം പാപികളായ നമ്മോടുള്ള സ്നേഹം അത്യധികവും ആത്യന്തികവുമായി വെളിപ്പെടുത്തിയത്. ക്രൂശിലാണ് നമുക്ക് വേണ്ടിയും നമുക്ക് പകരമായും യേശു മരിച്ചത്. ആ മരണം മാത്രമാണ് നമ്മുടെ മരണം മാറ്റിയത്. ആ മരണം മാത്രമാണ് ദൈവം നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ കാരണമായി തീർന്നത്. ആ മരണം മാത്രമാണ് നമുക്ക് നീതിയായി തീർന്നത്. ഇങ്ങനെ അതങ്ങനെ നീണ്ടുപോന്നു. അത് തന്നെയാണ് ക്രൂശിന്റെ പ്രസക്തി. അതാണ് പിശാചിനും പാപത്തിനും ഒക്കെ നമ്മുടെ മേലുള്ള അധികാരവും അവകാശവും മുറിഞ്ഞു പോകാൻ കാരണമായത്. നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരായത് ആ മരണം കൊണ്ടാണ്. കാരണം ആ മരണത്താലാണ് നമ്മുടെ മറുവില നൽകപ്പെട്ടത്. ഞാൻ എപ്പോഴും പറയുന്ന 2 കാര്യമുണ്ടല്ലോ. ക്രൂശിൽ യേശു 2 ബില്ല് കൊടുത്ത കാര്യം, 2 രസീത് മൊത്തം കൊടുത്തു തീർത്ത കാര്യം. ഒന്ന് നമ്മുടെ ഡെപ്റ്റ് ഓഫ് അവർ സിൻസ്, പാപത്തിന്റെ കടം മുഴുവനും കൊടുത്തു തീർത്തതും, ദ പ്രൈസ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ വില മുഴുവൻ കൊടുത്തു തീർത്തതും ക്രൂശിലെ മരണത്താലാണെന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് ക്രൂശിന്റെ പ്രസക്തി. സ്തോത്രം. വേറെ ആരോ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ? അല്ല പാസ്റ്റേ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നിത്യതയോളം ആ യേശുവിന് അതേ ശരീരം ആണെന്നല്ലേ പറയുന്നത്. അന്നേരം വീണ്ടെടുക്കപ്പെട്ട നമുക്കും അതേ അവസ്ഥയല്ലായിരിക്കുമോ? തീർച്ചയായിട്ടും. ഓക്കെ. 1 യോഹന്നാൻ 3:2, നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സാക്ഷ്യന്മാരാകും. നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, ആരും ദൈവത്തെ കണ്ടിട്ടില്ല.
അതേസമയം നമ്മൾ യേശുവിനെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ മുഴുവനും അടഞ്ഞുകിടക്കുന്ന മുറിക്കകത്തും ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ശരീരം. വേറെ ഒരു ബാഹ്യശക്തിയുടെയും സഹായം കൂടാതെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ശരീരം. ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ അതിനുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:21 20-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. എന്നിട്ട് 21-ാമത്തെ വാക്യം പറയുന്നു, നമുക്ക് അറിയാവുന്ന വാക്യമാണ്, എന്നാലും വായിക്കുന്നെങ്കിൽ വായിച്ചോ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ എല്ലാം പറയുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം ആരുടേതുപോലെയുള്ള ശരീരം? യേശുവിൻ്റെതുപോലെയുള്ള ശരീരം. ഏത് യേശുവിന്റെ? മഹത്വം ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട യേശുവിന്റെ. സ്തോത്രം. ഓർമ്മ കാണുമല്ലോ ഏത് യേശുവിന്റെ എന്ന് ചോദിച്ചതിന്റെ പ്രസക്തി. 3 അവസ്ഥകൾ യേശുവിനുണ്ട്. ദ പ്രീ എമിനൻസ് ഓർ ദ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ്, അതായത് പൂർവാസ്തിക്യനായ യേശു, അനാദി മുതൽ ഉണ്ടായിരുന്ന യേശു. അതുമല്ലെങ്കിൽ കന്യകാജനനത്തിന് മുൻപുള്ള യേശു. 2, ദ ഹ്യൂമൻ ക്രൈസ്റ്റ്, മനുഷ്യനായി പിറന്ന യേശു. അതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നത്, ജഡം എടുത്ത യേശു. 3-ാമത്തേതാണ് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട യേശു, ദ എക്സോൾട്ടഡ് ക്രൈസ്റ്റ്, തേജസ്കരിക്കപ്പെട്ട യേശു. ഇതിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം ഏത് ശരീരമാണ്? തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പോലെ ഉള്ള ശരീരം. സ്തോത്രം. അതും വ്യക്തമായല്ലോ. ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും വിശദീകരണം? ശരി, ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മഹാപുരോഹിതനായി രക്തം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന്റെ അതുകൊണ്ട് ഒരു അറ്റോൺമെന്റ് കിട്ടിയ കാര്യം കൂടെ പറയണ്ടേ? അതെ, അതാണ് ക്രിസ്തുവിന്റെ മരണത്താൽ സംഭവിച്ചത്. അത് നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽക്കുള്ള വാക്യങ്ങളും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യവും ഒക്കെ എടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു ചിന്തിച്ചിരുന്നു. കാരണം യഹൂദ നിയമപ്രകാരം അല്ലെങ്കിൽ യഹൂദ ന്യായപ്രമാണപ്രകാരം സകലവും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. എബ്രായ ലേഖനത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. സ്തോത്രം. എല്ലാം രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള സംഗതികളുടെ വിശുദ്ധീകരണത്തിന് 5, 7, 9 അധ്യായങ്ങളിൽ, എബ്രായ ലേഖനം 5, 7, 9 അധ്യായങ്ങളിലായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്.
അപ്പം സകലവും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. ആ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള രക്തം മഹാപുരോഹിതന്മാർ ആണ്ടിലൊരിക്കൽ മുഴുവൻ ഇസ്രായേലിയ സഹസ്രങ്ങൾക്കും വേണ്ടി, മുഴുവൻ ഇസ്രായേലിനും വേണ്ടി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തവുമായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കും. ഒരു വർഷത്തെ വാലിഡിറ്റി മാത്രമുള്ള പാപമോചനവുമായി അദ്ദേഹം പുറത്തു വരും. താൻ പുറത്തു വന്നില്ലെങ്കിലോ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് യാഗരക്തവുമായി പോകുന്നയാള് മഹാപുരോഹിതൻ പുറത്തു വന്നില്ലെങ്കിൽ താൻ അവിടെ മരിച്ചു വീഴും. മരിച്ചു വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപക്ഷമ ഉണ്ടായിട്ടില്ല. അവരുടെ യാഗം കൊണ്ട് അർത്ഥമില്ല. ഞാൻ അതിനെ യേശുവിന്റെ ഉയർപ്പുമായിട്ടൊന്ന് തട്ടിക്കാം. യാഗരക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ ജീവനോടെ പുറത്തു വന്നാൽ ഇസ്രായേലിൽ ഭയങ്കര ആഹ്ലാദമാണ്. ഓ, നമ്മുടെ ഒരു വർഷത്തെ വീണ്ടെടുപ്പ് സാധിച്ചു. 360 ദിവസമുള്ള ഒരു വർഷം അവരുടെ റിലീജിയസ് കലണ്ടർ അനുസരിച്ച് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ മഹാപുരോഹിതൻ ഏതെങ്കിലും കാരണവശാൽ പുറത്തു വരാൻ കഴിയാതെ അവിടെ മരിച്ചു വീണാൽ ഇസ്രായേലിൽ ഭയങ്കര വിലാപമാണ്. കാരണം അവരുടെ പാപത്തിന് പരിഹാരമായില്ല. ദൈവം ആ യാഗത്തിൽ പ്രസാദിച്ചില്ല. അതുപോലെ ഒന്ന് ഓർത്തു നോക്കിക്കേ, യേശു മഹാപുരോഹിതനായി കൈകൊണ്ട് നിർമ്മിച്ച കൂടാരത്തിലല്ല, സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. യാഗം മൃഗങ്ങളുടെ രക്തവുമായിട്ടല്ല, സ്വന്തം രക്തവുമായി. സ്തോത്രം. അതുകൊണ്ടാ ഞാൻ ആവർത്തിക്കാതെ അങ്ങ് പറഞ്ഞു പോയതാ. ഈ വിഷയം വന്നതുകൊണ്ട് ഒന്നും കൂടെ ആവർത്തിക്കാം. Christ Jesus was the sacrificial lamb as well as the sacrificing high priest at the cross. ക്രൂശിൽ യേശു ഒരേ സമയം രണ്ട് കാര്യങ്ങളായിരുന്നു. ഒരേ സമയം തന്നെ യേശു യാഗം അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും യാഗം അർപ്പിക്കുന്ന മഹാപുരോഹിതനുമായിരുന്നു. കാര്യം മനസ്സിലായല്ലോ? ഒരേ സമയം തന്നെ യേശു യാഗം അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും യാഗമൃഗവും, രണ്ട് യാഗം അർപ്പിക്കുന്ന മഹാപുരോഹിതനുമായി. അങ്ങനെയാണ് സ്വന്തം രക്തവുമായി പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിയത്. സ്തോത്രം. അതവിടെ അർപ്പിച്ചു, പാപപരിഹാരം വരുത്തി. ആ യാഗത്തിൽ പിതാവായ ദൈവം പ്രസാദിച്ചു. പ്രസാദിച്ചതിന്റെ തെളിവെന്താ? പാപം പരിഹരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവെന്തവാ? ഉയർപ്പ്. മഹാപുരോഹിതൻ പുറത്തു വരുന്നതാ. അതുപോലെ നമ്മുടെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് യേശുവിന്റെ യാഗം നമ്മുടെ പാപപരിഹാരത്തിന്, സ്തോത്രം, പ്രായശ്ചിത്തമായി പര്യാപ്തമായിരുന്നു എന്നതിന്റെ തെളിവാണ്. സ്തോത്രം. പിതാവ് അത് സ്വീകരിക്കുകയും പിതാവിന്റെ നീതി അത് അംഗീകരിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരം
ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്നും യേശുവിന്റെ കല്ലറ അടഞ്ഞു കിടന്നേനെ. ഇന്നും യേശുവിന്റെ അസ്ഥി, പല്ലും നഖവുമൊക്കെ അതിന്റെ അംശങ്ങളെങ്കിലും നമുക്ക് ഫലസ്തീനിൽ എവിടെയെങ്കിലും നിന്ന് തപ്പിയെടുക്കാമായിരുന്നു. എന്നാൽ ആണ്ടിലൊരിക്കൽ പാപപരിഹാരം വരുത്തി വിജയശ്രീയിൽ ആളുതനായി പുറത്തു വരുന്ന മഹാപുരോഹിതനെ ജനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് പോലെ മറിച്ച് സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി മറുവില നൽകി സകല മാനവജാതിയെയും, യഹൂദനെ മാത്രമല്ല, വെളുത്തവരെ മാത്രമല്ല, വിദ്യാസമ്പന്നന്മാരെ മാത്രമല്ല, സ്തോത്രം, ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്നവരെ മാത്രമല്ല, സകലരെയും വീണ്ടെടുത്തിട്ട് മരണത്തിൽ നിന്നും പുറത്തു വന്ന നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപഹാരകനെന്ന് തെളിയപ്പെടുന്നു അസന്നിഗ്ധമായി. സ്തോത്രം. അതാണ് അവിടെ നടന്ന പ്രക്രിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, യേശു ഉയർത്തു എന്നുള്ളത് ഒരു തെളിവ് മാത്രം. എന്തിൻ്റെ? ക്രിസ്തുവിന്റെ യാഗം നമ്മുടെ വീണ്ടെടുപ്പിന് പര്യാപ്തമായിരുന്നു എന്നതിൻ്റെ. സ്തോത്രം. വ്യക്തമായല്ലോ? സ്തോത്രം. ഈ സത്യങ്ങളൊക്കെ നാം ഇപ്പോൾ തന്നെ ധ്യാനിക്കുകയും ഇതൊക്കെ നമ്മുടെ ആരാധനാ വിഷയമാവുകയും ചെയ്യണം. സാധാരണ പ്രസംഗകരുടെ ഭാഷയിൽ ഞാൻ അങ്ങ് പറയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തണം, ആരാധന വരണം. സ്തോത്രം. ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ലക്ഷണമാണത്. സ്തോത്രം. ക്യാൻ ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുക. അത് ഞാൻ നിന്നെ തലയാക്കുമെന്നുള്ള വചനത്തിലല്ല. നമ്മുടെ കർത്താവ് വെറും പൊടികളായ, വെറും മൺകീടങ്ങളായ നമുക്ക് വേണ്ടി തൻ്റെ സകലവും യാഗമാക്കി നമ്മെ സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത ആ വീണ്ടെടുപ്പിനെ ഓർത്ത്, സ്തോത്രം, നമ്മുടെ ഉള്ളം കത്തട്ടെ. Praise God. എന്തോ രാജ്യബ്രതെല്ലാം പറയുകയാണോ? മ്യൂട്ടാ. ആ മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പുറത്തേക്ക് ഒരു വർഷത്തേക്ക് വന്നെന്ന് പറഞ്ഞല്ലോ. വന്നില്ല എങ്കിൽ ഈ ഡെഡ് ഇൻസൈഡ്. ആ ബോഡി എന്ത് ചെയ്യപ്പെടും? ആ ബോഡി തിരിച്ചെടുക്കും. ആരെടുക്കും? ചങ്ങല കെട്ടിയില്ലേ അങ്ങോട്ട് കയറി? വേദപുസ്തകത്തിൽ ചങ്ങല കെട്ടുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അല്ല, ഈ മണിയും പുഷ്പപുടങ്ങളും ഉണ്ടല്ലോ വസ്ത്രത്തിൽ. അപ്പൊ ശബ്ദം കേൾക്കും. ശബ്ദം കേട്ടില്ലെങ്കിൽ മരിച്ചെന്ന് വരും. അങ്ങനെ ഒരു ചങ്ങല കാലേലോ കഴുത്തേലോ അരയിലോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ യോഹന്നാ സ്നാപകന്റെ പപ്പ സെഖരിയാവിനെ വലിച്ചു പുറത്തിട്ട് തന്നെ വരും. കാരണം കുറെ നേരം മണിയുടെ കിലുക്കമൊന്നും ഇല്ലാതെ ആളവിടെ പ്രാർത്ഥനയിലായിരുന്നു. ജനമെല്ലാം പുറത്ത് ഭയപ്പെട്ടു. മാതളപ്പഴവും മണിയും മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. മണി അതിന്റെ കിലുക്കം കേൾക്കുന്നത് കൊണ്ട് പുറത്തുള്ളവർക്ക് ആള് ജീവനോടുണ്ടെന്ന് അറിയാം. എന്നാൽ ബൈബിളിൽ ചങ്ങല കെട്ടിയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല.
ഞങ്ങൾ ഒന്ന് രണ്ട് പാസ്റ്റർമാർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന് അരിച്ചു പെറുക്കി ബൈബിൾ. ചങ്ങല കെട്ടിയിട്ടുള്ളത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെയും കൂടെ ഒന്ന് റെഫറൻസ് ഒന്ന് തന്നാൽ മതി. അതൊരു ഭാവനയാണ്. ആ ഭാവനയാണോ പിന്നെ ഈ പറയുന്നവര് ഭാഷ ചെയ്തോണ്ടിരിക്കുകയായിരുന്നോ നിങ്ങൾ എല്ലാരും? ഭാവനയാണോ ഈ പറയുന്നവര് പിന്നീട് പറയും യഹൂദ താൽമൂദിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഏതായാലും എവിടെ ഉണ്ടെങ്കിലും ബൈബിളിൽ ചങ്ങലയെ പറ്റി പറയുന്നില്ല. അങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീണ പുരോഹിതന്മാരുണ്ട്. അവരെ എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം മറ്റുള്ളവർക്ക് കൽപ്പന കൊടുത്തു. അവരെ കൊണ്ടുവന്ന് അടക്കുകയാണ് ചെയ്തത്. അതുപോലെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പുരോഹിതന്മാരുണ്ട്, അതുപോലെ മഹാപുരോഹിതന്മാരുമുണ്ട്. അഹരോന്യ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മഹാപുരോഹിതന്മാരാണ്. ദൈവം അങ്ങനെയുള്ളവർക്ക് അനുവാദം കൊടുത്ത് അവരെ കൊണ്ട് കുഴിച്ചിടും. അവിടെ കിടന്ന് അഴുകാൻ അനുവദിക്കത്തില്ല. അഹരോന്റെ മക്കള് തന്നെ ഓർഡിനേഷൻ കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ രണ്ടുപേർ ഒരുമിച്ച് മരിച്ചു വീണവരാണ്. അവരെ അവിടെ ഇട്ടില്ല. സ്തോത്രം. അങ്ങനെ മഹാപുരോഹിതൻ മരിക്കുമ്പം ആ വർഷത്തെ പാപം എങ്ങനെ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരുന്നു? അങ്ങനെ മഹാപുരോഹിതന്മാരെ മരിച്ചതായിട്ട് നമുക്ക് ഇല്ല. ഈ രണ്ടുപേര് അതല്ലാതെ കയറി മരിച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ ദൈവം വീണ്ടും അതിനുള്ള വഴികൾ അവർക്ക് ഒരുക്കി കൊടുക്കും. ഈ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം 1500 വർഷം ഇസ്രായേൽ മക്കൾ യാഗം കഴിച്ചുകൊണ്ടേ ഇരുന്നു. ഇതും ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത യാഗങ്ങളാണ് അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്? അതെ, ന്യായപ്രമാണത്തിലുള്ളത് മോശ മുഖാന്തരം അരുളി ചെയ്തത് തന്നെയാണ്. അതും ദൈവം തന്നെയാണല്ലോ അന്ന് അരുളി ചെയ്തത്. അതെ. അങ്ങനെ പിന്നെ പാപ പരിഹാരം വരുത്താൻ സാധിക്കാതിരുന്നപ്പോഴല്ലയോ പിന്നെ യേശുക്രിസ്തു? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അവകൾ കൊണ്ട് പാപപരിഹാരം സാധ്യമല്ല എന്ന് ദൈവത്തിന് തെളിയിക്കണമായിരുന്നു. അതിന് 1ഉം 2ഉമല്ല 1500 വർഷം കൊടുത്തു. ഈ 1500 വർഷത്തിലെ കുറേയേറെ വർഷങ്ങൾ അവർ പാഴാക്കി കളയുകയും ചെയ്തു. പക്ഷേ മഹാപുരോഹിതൻ രക്തമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്കല്ലേ പോയത്? അതെ. യേശു അങ്ങനെയാണെങ്കിൽ രക്തമായിട്ട് സ്വർഗത്തിലേക്കല്ലേ കയറി? പാപത്തിന് പരിഹാരം മഹാപുരോഹിതൻ മടങ്ങി വരുന്നതാകണം എന്നുണ്ടെങ്കിൽ യേശുവിന്റെ മടങ്ങിയവരല്ല പാപത്തിന് പരിഹാരം ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അല്ല, മടങ്ങിവരുമല്ല പാപത്തിന് പരിഹാരം. യേശു യാഗരക്തത്തിന്റെ സ്വീകരണമാണ് പാപത്തിന് പരിഹാരം. യേശു എവിടേക്കാ കയറിയത്? ഈ ദൃഷ്ടിയിൽപ്പെടാത്ത. അതെ, എബ്രായർ 9:11 മുതൽ ഈ ഭൂമിയിലെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗീയ കൂടാരത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. ഇവിടുത്തെ മഹാപുരോഹിതന്മാരൊക്കെ സ്വർഗീയമായതിന്റെ വെറും പ്രതിരൂപമായതിലേക്ക് കയറുമ്പോൾ യേശു എന്ന നിത്യ മഹാപുരോഹിതൻ കയറിയത് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ഭൂമിയിലെ അതിവിശുദ്ധ സ്ഥലം എന്തിന്റെ പ്രതിരൂപമാണോ അതിന്റെ പൊരുളായിരിക്കുന്ന ഇടത്തേക്ക് തന്നെയാണ് കയറിയത്. അതാണ് എബ്രായർ 9 വിശേഷിച്ച് 11 മുതൽക്കുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ അർപ്പിച്ചു, യാഗം അർപ്പിച്ചു, അല്ലെങ്കിൽ രക്തം, വീണ്ടെടുപ്പിന്റെ രക്തം, നിയമരക്തം, പ്രായശ്ചിത്ത രക്തം അർപ്പിച്ചു. ദൈവത്തിന്റെ നീതി ആവശ്യപ്പെട്ടത് നിവർത്തിച്ചു.
അത് ദൈവം അംഗീകരിച്ചു. അതിന്റെ തെളിവാണ് മഹാപുരോഹിതൻ അവിടെ താമസിക്കുന്നില്ല, അല്പസമയത്തിന് ശേഷം പുറത്തു വരിക. ഇതുപോലെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അത് നമ്മുടെ പാപപരിഹാരം യേശുവിന്റെ മരണത്താൽ സാധ്യമായി എന്നുള്ളതിന്റെ അടയാളമാണ്. സാധ്യമായി എന്നുള്ളതിന്റെ അടയാളമാണ്. അപ്പോൾ യേശുവിന്റെ മടങ്ങിവരവല്ല നമ്മുടെ പാപത്തിന് പരിഹാരം, യേശുവിന്റെ ക്രൂശ് മരണമാണ്. അതാ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലുമല്ല, പകരം യേശുവിന്റെ രക്തം, ജീവൻ അർപ്പിച്ച യാഗമാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് അത് സ്വീകാര്യമായി എന്നുള്ളതിന്, അത് സാധ്യമായി എന്നുള്ളതിന്റെ അടയാളമായി നമുക്കുണ്ട്, തെളിവായി നമുക്കുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത്രയും കൊണ്ട് നമ്മുടെ രക്ഷ പൂർണ്ണമായോ? ഇല്ല, രക്ഷ പൂർണ്ണം ആയില്ല. എന്നാൽ പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ക്രൂശ് മരണത്താൽ സാധ്യമായി. ഇനിയും നമ്മുടെ രക്ഷയിൽ, നമ്മുടെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ ചെയ്യാനൊന്നുമില്ല, പ്രാപിക്കുവാൻ മാത്രമേ ഉള്ളൂ. ചെയ്യാനുള്ളതെല്ലാം യേശു ക്രൂശിൽ ചെയ്തു. എന്നാൽ നമുക്ക് പ്രാപിക്കുവാനുള്ളതെല്ലാം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താ ലഭിക്കാനുള്ളത്? നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്ന, അതെ, നമ്മുടെ രക്ഷ പൂർണ്ണമാകേണ്ടതിന് വേണ്ടി ഇനിയും നാം പ്രാപിക്കുവാനുള്ളത്, ബാക്കിയുള്ളതാണ് സ്തോത്രം, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അത് നമുക്ക് ലഭിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? യേശുവിന്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ മാത്രം, സഭയുടെ ഉൽപ്രാപണത്തിൽ മാത്രം. അതുകൊണ്ടാണ് രക്ഷയുടെ 4 പ്രധാന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മ കാണുമായിരിക്കും. ഡെലിവറൻസ് ഫ്രം the punishment of sins, deliverance from the guilt of sins, deliverance from the power of sins, and fourthly from the presence of sins. രക്ഷയുടെ രക്ഷയുടെ 4 അവസ്ഥകളെ കുറിച്ച്, അനുഭവങ്ങളെ കുറിച്ച്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ അപരാധ ബോധത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, ഈ 4 കാര്യങ്ങളും പൂർണ്ണമാകുമ്പോഴേ ഒരുവൻ രക്ഷ പൂർണ്ണമായി പ്രാപിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർണ്ണത വരുന്നുള്ളൂ. എന്നാൽ പൗലോസ് റോമർ 8:23 പറയുന്നത് പോലെ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും നാം വിമോചിതരായി പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പ്രതിദിനമുള്ള ആത്മീയ ജീവിതത്തിൽ നാം ജയിച്ചു വരുന്നു. എന്നാൽ യേശുവിന്റെ വരവെങ്കിൽ മാത്രം സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതിന്റെ ഒരു ഭാഗം നമ്മുടെ മരണത്താൽ സംഭവിക്കും. പാപ സാന്നിധ്യത്തിൽ നിന്നുള്ള വിമോചനം നമുക്കുണ്ടാകും. എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം, പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടത് പൂർണ്ണമായും നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു ക്രൂശിൽ. അതിന്റെ സമ്പൂർണമായ അടയാളമാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ യേശു സ്വന്തം രക്തവുമായി പ്രവേശിച്ചത് ദൈവസന്നിധിയിലേക്കാണ്. കൃപാസനം എന്ന് പറയുന്ന ഭൂമിയിലെ കൃപാസനം സ്വർഗീയ കൃപാസനത്തിന്റെ വെറുമൊരു നിഴല് മാത്രം, പൊരുളായതിലേക്കാണ് യേശു പ്രവേശിച്ചത്. ഭൂമിയിലായിരുന്നെങ്കിൽ
യേശുവിന് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. കാരണം ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടയാളല്ല. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവർക്ക് യാഗവും പുരോഹിത ശുശ്രൂഷയും ചെയ്യാൻ ഭൂമിയിൽ വെച്ച് അനുവാദമില്ല. അതുകൊണ്ട് യേശുവിന് ഭൂമിയിലെ വിശുദ്ധ കൂടാരത്തിലേക്ക് പ്രവേശിക്കാനായിരുന്നെങ്കിൽ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ യേശു പ്രവേശിച്ചത് നിഴലായതിലേക്കല്ല, ഭൂമിയിലെ നിഴലായവുകൾക്കെല്ലാം പൊരുളായ സാക്ഷാൽ കൃപാസനത്തിങ്കലേക്ക്. കൃപാസനം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ആ പിതൃസന്നിധിയിലേക്കാണ് യേശു സ്വന്തം രക്തവുമായി പ്രവേശിച്ചതും നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചതും. സ്തോത്രം. വ്യക്തമായി കാണുമെന്ന് കരുതട്ടെ. സ്തോത്രം. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമയവും മുൻപോട്ട് പോയതുകൊണ്ട് ഇനിയും സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ടെങ്കിൽ നാളെയും സ്വാഗതം ചെയ്യുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. സ്തോത്രം. തിരുമുമ്പാകെ നമുക്ക് നമ്മെ സമർപ്പിക്കുകയും ഇത്ര വലിയ രക്ഷ നമുക്ക് സൗജന്യമായി തന്ന അതിന് കാരണമായി അറക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.